ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമാ ലോകം വീണ്ടും ഒരു ഞെട്ടലിലാണ്. ഗുണ്ടാത്തലവനായ ഓം പ്രകാശുമായി ബന്ധപ്പെടുത്തി നടി പ്രയാഗ മാർട്ടിന്റെയും നടൻ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ ഇപ്പോൾ വാർത്തകളിൽ ഉയർന്നു വന്നിരിക്കുന്നു. മലയാള സിനിമയിൽ പഴയതുപോലെ സജീവമല്ലാത്ത ഒരു നായികയാണ് പ്രയാഗ. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു മലയാള സിനിമയിലും പ്രയാഗ വേഷമിട്ടിരുന്നു. ഒരു കാലത്ത് ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ഒരു നടി കൂടിയായിരുന്നു പ്രയാഗ. ഇപ്പോൾ ഓം പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ പ്രയാഗയുടെയും ശ്രീനാഥ് ഭാസിയുടെയും പേരുകളാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രകാശ് ഇവർക്കായി കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയിരുന്നതായും വിവരമുണ്ട്. സാഗറിലെ ജാക്കി എന്ന സിനിമയിൽ ബാലതാരമായാണ് പ്രയാഗ മലയാള സിനിമയിൽ എത്തുന്നത്. അതിനു മുൻപ് പരസ്യചിത്രത്തിൽ മോഡലായിരുന്നു. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ഒരു അതിഥി വേഷവും പ്രയാഗയുടേതായുണ്ട്. തമിഴ് സിനിമാ ലോകമായിരുന്നു പ്രയാഗ മാർട്ടിനെ നായികയായി രംഗപ്രവേശനം ചെയ്യിപ്പിച്ചത്. പിശാസ് എന്ന സിനിമയിൽ ഭവാനി എന്ന റോൾ ചെയ്തത് പ്രയാഗ മാർട്ടിനാണ്. അതിനുശേഷം ഒരു മുறை പാർത്തായ പാവ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ തുടങ്ങിയ സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ പ്രയാഗ കൈകാര്യം ചെയ്തു. ശ്രീനാഥ് ഭാസിയെ ഇതിനു മുൻപും നമുക്കറിയാം, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ വാർത്ത നിറഞ്ഞിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീനാഥ് ഭാസി. ചിത്രത്തിന്റെ പ്രമോഷന് വന്നപ്പോൾ അവതാരകനെ തെറിവിളിച്ചതും മാധ്യമപ്രവർത്തകരെ പരസ്യമായി അസഭ്യം പറഞ്ഞതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതന്നും ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിക്കുന്നതുമായുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അത് കേസായ സംഭവമായിരുന്നു. ഈ സംഭവത്തിൽ ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിനെ നേരിട്ട് പരിചയമില്ലെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ബിനു ജോസഫുമായാണ് ഇവർക്ക് ബന്ധമെന്നും ഇയാൾ വഴിയാണ് ഇവർ ഹോട്ടൽ മുറിയിൽ എത്തിയതെന്നുമാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഓം പ്രകാശ് ഒരുക്കിയ പാർട്ടിയിൽ പങ്കെടുക്കാനാണ് ഇവർ ഹോട്ടൽ മുറിയിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഓം പ്രകാശിന്റെ മുറിയിൽ തന്നെയാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ഇരുവരെയും എത്തിച്ച് ബിനു ജോസഫിൽ നിന്നുമാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചത്. താരങ്ങളുടെ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. ഇവരെ കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുള്ള മറ്റുള്ളവരുടെ മൊഴിയും എടുക്കും. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഓം പ്രകാശിനെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ബിനു ജോസഫിനെ രാത്രി വൈകി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഓം പ്രകാശിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഓം പ്രകാശിന്റെ മുറിയിൽ 20ഓളം പേർ ഇവരെ കൂടാതെ എത്തിയിരുന്നതായാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ മറ്റു പല താരങ്ങളും ഉള്ളതായി പറയുന്നു. ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത്. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഓം പ്രകാശുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രയാഗ മാർട്ടിൻ പറയുകയാണ്. ഇവരടക്കം 20ഓളം പേർ കഴിഞ്ഞ ദിവസം ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ആകെ 3 മുറികളാണ് ഓം പ്രകാശ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നാണ് ഓം പ്രകാശിനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി ഇടപാടിലാണ് കസ്റ്റഡിയിലെടുത്തത്. മുറിയിൽ നിന്നും അളവിൽ കൂടുതൽ മദ്യവും കണ്ടെത്തിയിരുന്നു. കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു. ഹോട്ടലിൽ നടന്ന അലൻ വോക്കറുടെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഓം പ്രകാശും സുഹൃത്തും എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ശ്രീനാഥിനും പ്രയാഗയ്ക്കും പുറമെ 20ഓളം താരങ്ങൾ കൂടി ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതെന്തിനാണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വേണ്ടിവന്നാൽ കൂടുതൽ അറസ്റ്റും രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ.